എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 13 മഹാഭാഗവതം 13ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കാൻ പോവുകയാണ്. എൻ്റെ ഒരു റിക്വസ്റ്റ്, എല്ലാവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കോ ഡിസ്ലൈക്കോ അടിക്കണം, നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ അതിൽ രേഖപ്പെടുത്തണം എന്ന് ഞാൻ താഴ്മയോട് അപേക്ഷിക്കുന്നു. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്ന, ഇന്നലെ നമ്മൾ കഴിഞ്ഞത് കാലപരിണാമവും സൃഷ്ടിയും അത് കഴിഞ്ഞു. അപ്പൊ കാലപരിണാമവും സൃഷ്ടിയതിനെ പറ്റി ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തത് രണ്ടാമത്തെ, അതായത് 3ാം സ്കന്ധത്തിൽ രണ്ടാമത്തെ കഥയായിട്ട് വരുന്ന വരാഹാവതാരം. വരാഹത്തിന്റെ, മഹാവിഷ്ണുവിന്റെ വരാഹാവതാരത്തിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ശരി തന്നെ. ഭൂമി പ്രളയത്തിനടിയിലാണ്, ഭൂമിയെ ഉദ്ധരിക്കണമല്ലോ എന്നിങ്ങനെ സ്വയം പറഞ്ഞ ബ്രഹ്മാവ് ശ്രീഹരിയെ ധ്യാനിക്കുവാൻ തുടങ്ങി. താമസിയായ എന്തോ അദ്ദേഹത്തിന്റെ വലത്തെ നാസ്വാദ്വാരത്തിൽ ഒരു കിരിയുരുപ്പ്, ഒരു കിളി, പെട്ടെന്നൊരു തുമ്മലും. ഛും! ആ നാസാദ്വാരത്തിന്റെ ഒരു മാംസപിണ്ഡം പുറത്തേക്ക് ചാടി. ജീവനുള്ള ഒരു അപൂർവ ജീവി, മാംസപിണ്ഡമത പന്നിയുടെ രൂപം എടുക്കുന്നു. മുഖവും കാലും പന്നിയുടെയും ദേഹം മനുഷ്യന്റെയും. ശരി തന്നെ. ഭൂമി കംപ്ലീറ്റ് പ്രളയം കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നൊരു സെക്ഷൻ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പ്രളയം കഴിഞ്ഞ് നമ്മുടെ ബ്രഹ്മാവ് ഉറങ്ങി എണീറ്റ് പിന്നെ പുനർജനിച്ച് മഹാവിഷ്ണുവിന്റെ വയറുന്ന് താമര വന്ന്, താമരയിൽ ബ്രഹ്മാവ് വന്ന്, അങ്ങനെ ഭൂമി രണ്ടാമത് ഉണ്ടാവാൻ പോവാണ്. അതായത് ഭൂമി പ്രളയത്തിനടിയിലാണ്. അപ്പൊ പ്രളയത്തിനടിയിലാണ് പെട്ട് കിടക്കുകയാണ്. ഒന്നുമില്ല ഈ ലോകത്ത്, യാതൊരു ജീവജാലങ്ങളും ഒരു സാധനമില്ല. വെറും വെള്ളം മാത്രം, വേറെ യാതൊരു സാധനവും ഇല്ല. അമീബയും മീനിങ്ങനെ ഒന്നുമില്ല, ഒരു സാധനമില്ല ഈ ഭൂമിയില്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഭൂമി നമ്മൾ ഉണ്ടാക്കണമല്ലോ. ഭൂമി വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മളിപ്പോ ചൊവ്വ, ചന്ദ്രൻ, അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ പല ദിക്കിലും. അവിടെ ഒന്നും മനുഷ്യവാസമില്ല, അതായത് ജീവനില്ല, ഒരു ജീവനില്ല. മനുഷ്യനല്ല, മനുഷ്യൻ വിട്. മനുഷ്യൻ ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മനുഷ്യനെ മാതിരിയുള്ള പല സാധനങ്ങളും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ തെരഞ്ഞു നടക്കുന്നത്. അതായത് ചന്ദ്രനിലുണ്ടോ അതോ ചൊവ്വയിലുണ്ടോ എന്നൊക്കെ തെരഞ്ഞ് നടക്കുകയാണ്. ഇപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലും ജീവന്റെ അംശങ്ങളുണ്ടോ, നമ്മളെമാരിലുള്ള ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടോ? ഇപ്പൊ നമ്മളിപ്പോ ഭൂമിയിലുണ്ട്. അതായത് ഭൂമിയിൽ ഈ എല്ലാ സുഖസൗകര്യങ്ങളും മനുഷ്യ രൂപത്തിലുള്ള ആൾക്കാരും മൃഗങ്ങളും അതൊക്കെ ആയിട്ട് ഭൂമിയിലുമുണ്ട്. ഇതേ ഭൂമിയിലെ പോലെ തന്നെ വേറെ ഗ്രഹങ്ങളും ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ യൂണിവേഴ്സില് ഈ ഭൂമിയെമാരി തന്നെ വേറെ ഗ്രഹങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഈ യൂണിവേഴ്സിന്റെ ഒരു ചെറിയൊരു പൊട്ട്, ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ യൂണിവേഴ്സിന്റെ ഒരു ചെറിയ പൊട്ടിലാണ് ഭൂമി എന്ന് പറഞ്ഞ സാധനം. ഇതുപോലെ എത്ര ഭൂമികളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. വി ഡോണ്ട് നോ, നോബഡി നോസ്. ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ഭൂമി മുഴുവൻ, ഈ നമ്മളിപ്പോ ഭൂമി മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, യൂണിവേഴ്സിനെ ഒന്നും സംസാരിക്കുന്നില്ല. യൂണിവേഴ്സ് പറഞ്ഞാൽ അതൊരു വലിയൊരു സാധനമാണ്. അത് എന്താണ് യൂണിവേഴ്സ്, അതിൽ എന്തൊക്കെ ഗ്രഹങ്ങളുണ്ട്, അത് എവിടെയൊക്കെ ഉണ്ട്, എങ്ങനെയാണ്, ഇത്രത്തോളം വലുതാണെന്നൊന്നും നോബഡി നോസ്. അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ നമുക്ക് അത്ര കേപ്പബിലിറ്റി ഒന്നും ഇല്ല അതൊന്നും സംസാരിക്കാൻ. അത് വലിയൊരു സബ്ജക്റ്റാണ്. അപ്പൊ നമ്മൾ ഭൂമി എന്ന് പറയുന്ന സാധനത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈ ഭൂമി പ്രളയത്തിനടിയിലാണ്. ഇവിടെ ഒരു സാധനവും ഇല്ല, ഒരു പൊട്ടുപോലെ ജീവന്റെ യാതൊരു അംശവും നമ്മുടെ ഭൂമിയിലില്ല. ഭൂമിയെ ഉദ്ധരിക്കണമല്ലോ, എങ്ങനെയെങ്കിലും അപ്പൊ ജീവൻ കൊണ്ടുവരണമല്ലോ ഇവിടേക്ക്. അതിനാണല്ലോ നമ്മളെ മഹാവിഷ്ണു ബ്രഹ്മാവിനെ സൃഷ്ടിച്ച്, ബ്രഹ്മാവ് പിന്നെ ഈ ഭൂമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് റീകോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നിങ്ങനെ സ്വയം പറഞ്ഞ് ബ്രഹ്മാവ് ശ്രീഹരിയെ ധ്യാനിക്കാൻ തുടങ്ങി. അപ്പൊ ബ്രഹ്മാവ് ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയപ്പോ ഇതിന് നമ്മളൊരു റീജനുവിറ്റി കൺസ്ട്രക്ട് ചെയ്യാന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിച്ചിട്ട് നമ്മുടെ മഹാവിഷ്ണുവിനെ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. താമസിച്ചത് എന്തോ അദ്ദേഹത്തിന്റെ വലത്തെ നാഥൊരു കിരുപ്പ്. നമ്മുടെ ജലദോഷം വരുമ്പോൾ ഒരു മൂക്കിനുള്ളിൽ ഒരു ചൊറിച്ചിൽ തുടങ്ങും. പിന്നെ 2 ചീറ്റില് 2 ശീച്ചിന്ന് തുമ്പല്, ഒരു ചുമ, പക്കന മൂക്കിൽ വെള്ളം നിറഞ്ഞു, അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ആയി. ബ്രഹ്മാവിന്റെ ഒരു വലത്തെ മൂക്കിൽ എന്തൊരു പ്രശ്നം, ഒരു ചീറ്റിലും ഒരു തുമ്പലും ചെന്നപ്പോ ഒരു മാംസപിണ്ഡം അങ്ങ് പുറത്തേക്ക് ചാടി. നമ്മുടെ ബ്രഹ്മാവിന്റെ മൂക്കിൽ ഒരു മാംസപിണ്ഡം അങ്ങ് പുറത്തേക്ക് ചാടി. ജീവനുള്ള ഒരു അപൂർവ ജീവി, ഒരു പ്രത്യേക തരത്തിലുള്ള ജീവി അതിന്റെ പുറത്തേക്ക് വന്നു. മാംസപിണ്ഡം അതാ പന്നിയുടെ രൂപം എടുക്കുന്നു. ആ മാംസപിണ്ഡം ഒരു മാംസപിണ്ഡമായിട്ട് വന്നേ മൂക്കുന്നേ, അത് പിന്നെ ഒരു പന്നിയുടെ രൂപമായി.
മുഖവും കാലും പന്നിയുടേതും ദേഹം മനുഷ്യന്റെയും. മുഖവും കാലും ഒക്കെ പന്നിയുടേത്, ദേഹം മനുഷ്യന്റേതും. മാത്രമല്ല കാണെ കാണെ അതതാ വേഗം വേഗം വലുതായി വരുന്നു. വലുതാവും തോറും രൂപം കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു. അങ്ങനെ വലുതായി ആ സാധനം അങ്ങനെ വന്നു. ആദ്യം മറ്റേ പന്നിയുടെ തലയും മനുഷ്യരുടെ ദേഹവും കാലും പന്നിയുടെ ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. അതിങ്ങനെ വെറുതെ പലതരത്തിലുള്ള രൂപങ്ങളായിട്ട് മാറാൻ തുടങ്ങി. ദേഹം കടും നീല നിറം, തലയിൽ തങ്കക്കിരീടം, ജ്വലിക്കുന്ന കണ്ണുകൾ, പന്നിയുടേതുപോലുള്ള നീണ്ട മുഖം, ഊറ്റൻ തേറ്റയും ദംശങ്ങളും, കുറിയ കഴുത്ത്, ശംഖ് ചക്രം ഗദ പത്മം ഇവ ധരിച്ച 4 കൈകൾ, ശ്രീവത്സാങ്കിതമായ മാറിൽ മണിമാലകൾ, അരയിൽ തിളങ്ങുന്ന പീതാംബരവും. അപ്പോ അങ്ങനെ ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. ഇപ്പൊ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം ദേഹം കടും നീല നിറം, തലയിൽ തങ്കക്കിരീടം, ജ്വലിക്കുന്ന കണ്ണുകൾ, പന്നിയുടേതുപോലുള്ള നീണ്ട മുഖം, കൂറ്റൻ തേറ്റയും ദംശങ്ങളും, കുറിയ കഴുത്ത്, ശംഖ് ചക്രം ഗദാ പത്മം ഇവ ധരിച്ച 4 കൈകൾ, ശ്രീവത്സാങ്കിതമായ മാറിൽ മണിമാലകൾ, അരയിൽ തിളങ്ങുന്ന പീതാംബരവും. ആളാരെന്ന് മനസ്സിലാവാൻ ഇനിയെന്തു വേണം? മനസ്സിലായോ? ഇപ്പൊ ഞാനിതൊക്കെ പറഞ്ഞപ്പോ ആളാരാണെന്ന് ഏകദേശം ഒരു ഊഹം കിട്ടിയില്ലേ? ആരാണ്? അത് വരാം. തന്റെ ഉള്ളറിഞ്ഞ് സർവസംരക്ഷകനായ വിഷ്ണു ഭഗവാൻ ഭൂമിയെ പ്രളയജലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ വരാഹമൂർത്തിയായി അവതരിച്ചിരിക്കുകയാണെന്ന് ബ്രഹ്മാവിന് വ്യക്തമായി. അപ്പൊ ഈ ഭൂമി പ്രളയത്തിൽ മുങ്ങിക്കിടക്കുകയല്ലേ, ആ ഭൂമി അവിടുന്ന് പൊക്കി കൊണ്ടുവരണ്ടേ പുറത്തേക്ക്? എന്നാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ബ്രഹ്മാവിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഭൂമിയെ പുറത്തേക്ക് കൊണ്ടുവരണം. ഈ പ്രളയത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഒരു ബോൾ അങ്ങനെ വെള്ളത്തിൽ, ബക്കറ്റ് വെള്ളത്തിൽ കടക്കണ പോലെ കടക്കുകയാണ് ഈ ഭൂമി. അതിനെ പൊക്കിക്കൊണ്ടുവരണം. അതിനാണ് നമ്മുടെ മഹാവിഷ്ണു വരാഹാവതാരടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് ചാടി. വരാഹാവതാരത്തിന്റെ രൂപം ഏതുകൊണ്ടും ബ്രഹ്മാവിന്റെ മൂക്കുന്ന ആണ് ആദ്യം ദശയായിട്ട് വന്ന് അത് മാറി അവസാനം മഹാവിഷ്ണുവിന്റെ രൂപമായി. പക്ഷെ പന്നിയുടെ തലയൊക്കെ ആയിട്ടുണ്ടേ. ബ്രഹ്മാവാകട്ടെ വരാഹമൂർത്തിയെ ഭക്തിയോടെ വണങ്ങി ഉച്ചത്തിൽ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കെ സ്വർഗസ്ഥനായ നാനാതരക്കാരും ആ അത്ഭുത പ്രതിഭാസം സന്ദർശിക്കാൻ ഓടിക്കൂടി. അപ്പോഴേക്കും വരാഹമൂർത്തി ഒരു പർവ്വതത്തോളം വലുതായി ഉഗ്രമായി അട്ടഹസിച്ചുകൊണ്ട് പ്രളയജലത്തിലേക്ക് എടുത്തു ചാടി. പ്രളയജലം ഇളകിമറിഞ്ഞ് ആകാശത്തോളം ഉയർന്നു. ഈ അത്ഭുത പ്രതിഭാസത്തിനെ കാണാൻ വേണ്ടിയിട്ട് സ്വർഗസ്ഥരായ നാനാതരക്കാരും സ്വർഗസ്ഥരായ മരിച്ചുപോയിട്ട് നമ്മുടെ പൂർവികരൊക്കെ സ്വർഗസ്ഥരായ ആൾക്കാരെല്ലാവരും കൊണ്ട് തടിച്ചു കൂടി ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഈ രൂപത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വളർന്ന് ഒരു മലയോളം വളർന്നങ്ങോട്ട് അട്ടഹസിച്ചുകൊണ്ട് അങ്ങോട്ട് എടുത്ത ആ പ്രളയജലത്തിലേക്ക് അങ്ങോട്ട് ചാടി. പ്രളയജലത്ത് നമ്മുടെ ഈ സുനാമി വന്ന പോലെ അങ്ങോട്ട് വന്നു. വെള്ളം ഭയങ്കരമായ അങ്ങോട്ട് പൊന്തി വന്നു, ആകാശത്തോളം ഉയർന്നു. സുനാമി പോലെ, സുനാമി അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ സുനാമി പറഞ്ഞാൽ. അവിടെ സുനാമി പറഞ്ഞ സുനാമി പോലെ വെള്ളം അങ്ങോട്ട് പൊന്തി ഈ വരാഹമൂർത്തി അങ്ങോട്ട് ചാടിപ്പോ. എന്നാൽ വരാഹമൂർത്തിക്ക് ഭൂമി എവിടെയാണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഘ്രാണശക്തി ഉപയോഗിച്ച് തിരഞ്ഞു നോക്കിയപ്പോൾ ഭൂമി പാതാളത്തിലാണെന്ന് കണ്ടു. ഉടനെ അങ്ങോട്ട് കുതിച്ച് ഭൂമിയെ മുക്കുകൊണ്ട് പൊന്തിച്ച് ശക്തിയുള്ള ദ്രംശങ്ങൾക്കിടയിൽ വെച്ച് അദ്ദേഹം മേലോട്ടുയരാൻ തുടങ്ങി. ആദ്യം ഈ പ്രളയജലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയോ, സമുദ്രം പറഞ്ഞാൽ എത്ര ദൂരമുണ്ട്, എത്ര ആഴമുണ്ട്. ഇപ്പൊ ഈ ആകാശം കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ വെള്ളത്തിന്റെ അടിയിലേക്കും. നമ്മളിപ്പോ മേപ്പെട്ട ആകാശം കാണുമ്പോൾ ആകാശത്തിന് എവിടെ എൻഡ് അറിയോ? അറിയില്ല. അതേമാതിരി തന്നെയാണ് ചോട്ടിൽ ഈ സമുദ്രത്തിന് അടിയിൽ എത്ര ദൂരം അടിയിൽ പോകണമെന്ന് ആർക്കും അറിയില്ല. എത്ര അടിയിലുണ്ടെന്ന്, ഈ ആകാശം പോലെ തന്നെ അടിയിലേക്ക് ഉണ്ടെന്ന് പറയണേ. അപ്പോ നമ്മുടെ ഈ വരാഹമൂർത്തിക്ക് ഭൂമി തെരഞ്ഞു. അതിന്റെ ഉള്ളിൽ എവിടെ തിരയാനാ? വലിയൊരു സ്ഥലത്ത് ഈ സമുദ്രത്തിന്റെ അടിയില് ഇപ്പൊ എവിടെങ്കിലും ഇപ്പോ ആഫ്രിക്കൻ ആ സൈഡിലുള്ള അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഇവിടെ മുങ്ങിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആ മൂപ്പര് തെരഞ്ഞു മണത്ത്, പന്നിയല്ലേ, പന്നി മണത്താണ് പോവുക. കണ്ടിട്ടില്ലേ? ഇങ്ങനെ മൂക്ക് വെച്ച് ഇങ്ങനെ അതിനാണ് വലിയ പരന്ന മൂക്ക് മണത്ത് ഇങ്ങനെ പോയിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പൊ മണത്ത് കണ്ടുപിടിച്ചു ഭൂമിനെ ആര്? നമ്മുടെ വരാഹമൂർത്തി അങ്ങനെ കണ്ടുപിടിച്ചു. ഉടനെ അങ്ങോട്ട് കുതിച്ച് പാതാളത്തിലാണെന്ന് അപ്പൊ അങ്ങനെ തെരഞ്ഞ് മണത്ത് മനസ്സിലായി ഇത് പാതാളത്തിലാണ് ഭൂമി ഇരിക്കണേന്ന് മനസ്സിലായി.
ഉടനെ അങ്ങോട്ട് കുതിച്ച് ഭൂമിയെ മൂക്കുകൊണ്ട് പൊന്തിച്ച് ശക്തിയുള്ള ദ്രംശങ്ങൾക്കിടയിൽ വെച്ച് അദ്ദേഹം മേലോട്ട് ഉയരാൻ തുടങ്ങി. അങ്ങോട്ട് മൂക്കുകൊണ്ട് ഇങ്ങോട്ട് തോണ്ടി ആ 2 കൊമ്പുണ്ടല്ലോ, ആ കൊമ്പിന്റെ മുകളിലാണ് വെച്ച് ഉടനെ അങ്ങോട്ട് കുതിച്ച് പൊന്തി ശക്തിയുള്ള ദംഷ്ട്രങ്ങൾ, പല്ലാണ്, കൊമ്പില്ല, 2 പല്ല്, ഇങ്ങനെ പുറത്തേക്ക് 2 നിൽക്കുന്ന പല്ലിന്റെ ഇടയിൽ അങ്ങടെ ഈ ഭൂമിയെ വെച്ചിട്ട് അങ്ങനെ മോളിക്ക് അങ്ങോട്ട് പൊന്നി വന്നു. അപ്പോഴേക്കും അത് ആ ഉഗ്രസ്വരത്തിൽ അലർച്ച, ഒപ്പം ഒരു താക്കീതും, ഹേ ആരടാ അത്, നിൽക്കവിടെ, എന്താ ഭാവമില്ലേ, ഹിരണ്യാക്ഷനോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഒപ്പം ചെന്ന് മുതുകത്ത് ഗതകൊണ്ടടിയോടടി. ഭഗവാനാകട്ടെ അതൊന്നും ഭഗവാത്തെ ഉയർന്നു പൊങ്ങി ഭൂമിയെ സ്ഥാനത്തുറപ്പിച്ച ശേഷം ഹിരണ്യാക്ഷനെ നേരിട്ടു. അപ്പൊ അവിടെ ഈ ഇങ്ങനെ നമ്മുടെ ഈ വരാഹമൂർത്തി ഈ ഭൂമിയും പൊക്കിയിട്ട് അങ്ങനെ മോളിക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ആരടാ അവിടെ നിക്കടാ എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം, ഒരു ഭീകര സൗണ്ട് വന്നു. അപ്പൊ അതാരാണ്? ഹിരണ്യാക്ഷനാണ്. ഹിരണ്യാക്ഷൻ ആ ഗത കൊണ്ട് ഈ വാമനമൂർത്തിയുടെ പിന്നാലെ ഒരു അടിയാണ് കൊടുത്തു. അതൊന്നും മൂപ്പര് കണക്കാക്കില്ല. മൂപ്പര് അതൊന്നും കണക്കാക്കാണ്ട് മേപ്പട്ടേക്ക് അപ്പോഴേക്കും അതാ ഉഗ്ര ഒരാക്കിയതും, ഹേ ആരടാ അത്, നിൽക്കവിടെ, എന്താ ഭാവമില്ലേ, ഹിരണ്യാക്ഷനോട് കളിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഹിരണ്യാക്ഷനാണത്, ഒരു രാക്ഷസനാണ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഒപ്പം ചെന്ന് മുതുകത്ത് കൊണ്ടൊരാടി. ഭഗവാനാകട്ടെ അതൊന്നും ഭഗവാൻ ഉയർന്നു പൊങ്ങി ഭൂമിയെ സ്ഥാനത്തുറപ്പിച്ച് ശേഷം ഹിരണ്യാക്ഷനെ നേരിട്ടു. അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഗത കൊണ്ട് നമ്മുടെ വരാഹമൂർത്തിന് മേലിൽ ഹിരണ്യാക്ഷൻ ഒരു അടി അടിച്ചിട്ട് അതൊന്നും കൊണ്ടുവരാൻ ഭാവിച്ചില്ല. മൂപ്പര് ഈ ഭൂമിയെ പൊക്കി ഓടി വന്ന് മുയലെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ട് നേരെ ഹിരണ്യാക്ഷന്റെ നേരെ തിരിഞ്ഞു. ആ വാ പന്നിത്തടിയ, എനിക്കിന്ന് നല്ല കോളായി. യുദ്ധത്തിന് ആരെയും കിട്ടാഞ്ഞിട്ട് ഞാൻ എന്ന കിഴവൻ വരുണന്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, വൈകുണ്ഠത്തിൽ ചെന്ന് നിന്നെ കാണാൻ. ഞാനോടി അവിടെ ചെന്ന് നോക്കിയപ്പോൾ നീ ഒളിച്ചു. ഇന്നിപ്പോൾ പിടികിട്ടി. എന്നെപ്പറ്റി കാട്ടുപന്നിയുടെ വേഷം കെട്ടി വന്നിരിക്കുകയാണല്ലേ, എന്നെ പറ്റിക്കാൻ കാട്ടുപന്നിയുടെ വേഷം കെട്ടി വന്നിരിക്കുകയാണല്ലേ, വാ ഇനി നീ ഒളിക്കാൻ വിടില്ല. ഞാനേ ആ കിഴവൻ വരുണനോട് ചോദിച്ചു, പന്നിത്തളിയ, എനിക്കിന്നൊരു കോളായി. യുദ്ധത്തിൽ ആരെയും കിട്ടാന്നിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ ആരുമില്ല, ഞാൻ മാത്രമല്ല, എനിക്ക് എന്നെ എതിർക്കാൻ വേണ്ട ആരുമില്ല. അപ്പൊ ഞാൻ ഈ കിളവൻ ഭരണനോട് ചോദിച്ചു, എവിടെ കിളവൻ ഭരണനോട് അടുത്ത് ചെന്നപ്പോൾ അയാളെ പറഞ്ഞു, വൈകുണ്ഠത്തിൽ ചെന്ന് നിന്നെ കാണാൻ. അപ്പൊ ആ കിളവൻ പറഞ്ഞു, വൈകുണ്ഠത്തിൽ ചെന്നിട്ട് നിന്നെ കാണാൻ. അപ്പൊ മനസ്സിലായി മഹാവിഷ്ണു ആണെന്ന് മനസ്സിലായി. നിന്നെ കാണാൻ വേണ്ടി പറഞ്ഞു ആ കിളവൻ വരുണൻ പറഞ്ഞു. ഞാനോടി അവിടെ ചെന്ന് നോക്കിയപ്പോ നീ ഒളിച്ചു. ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ നീ ഒളിച്ചതല്ല, വേറെ മറ്റേ ഈ വരാഹമൂർത്തിയായിട്ട് വന്നിരിക്കല്ലേ. ഇന്നിപ്പോൾ പിടികിട്ടി. ഇപ്പൊ തന്നെ പിടികിട്ടി. എന്നെ പറ്റിക്കാൻ കാട്ടുമന്ദിര വേഷം കെട്ടി വന്നിരിക്കുകയാണല്ലേ, എന്നെ പറ്റിക്കാൻ നീ കാട്ടുമന്ദിര വേഷം കെട്ടി വന്നിരിക്കുകയാണല്ലേടാ പറഞ്ഞിട്ട് ഇതാക്കി. വാ ഇനി നിന്നെ ഒളിക്കാൻ ഞാൻ വിടില്ല, ഇനി നിന്നെ ഒളിക്കാൻ ഞാൻ ഒരു കാലത്തും വിടില്ല. പറഞ്ഞ വരാഹമൂർത്തി പിടിക്കാൻ വേണ്ടി ഹിരണ്യാക്ഷൻ അങ്ങനെ വന്നു എന്നിങ്ങനെ ഒച്ചയിട്ട് പറഞ്ഞുകൊണ്ട് ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയെ ഗദായുദ്ധത്തിന് വിളിച്ച് കടുത്ത യുദ്ധം തുടങ്ങി. വരാഹമൂർത്തിയെ വിളിച്ച് ഹിരണ്യാക്ഷനും ഗദായുദ്ധം, ഗംഭീര ഗദായുദ്ധം രണ്ടുപേരും കൂടി അങ്ങനെ തുടങ്ങി. അടിപൊളി. അന്ന് ചില്ലറക്കാരനൊന്നുമല്ലായിരുന്നു. അസുരന്മാർ സ്വതവേ മായാവിയും വലിയ പരാക്രമികളുമാണ്. ഇവനാണെങ്കിൽ അതിനു പുറമെ തപസ് ചെയ്ത് ബ്രഹ്മാവിനോട് മാരകങ്ങളായ പലതരം വരായുധങ്ങളും സമ്പാദിച്ചിട്ടുണ്ട്. രണ്ടാളും സമാസമം പോരാടി. ഈ അസുരന്മാര് സ്വതവേ ഭയങ്കര ശക്തിയുള്ള ആൾക്കാരാണ്. അസുരൻ ഭയങ്കര ശക്തിയുള്ള ഇവൻ അതിന് മാത്രമല്ല, ശക്തി മാത്രമല്ല, സ്വതവേ മായാവികളും വലിയ പരാക്രമികളും. ഈ അസുരന്മാർ സ്വതവേ മായാവികളും ഭയങ്കര പരാക്രമമാണ്. ഇവൻ അതും കൂടെ അല്ലാണ്ട് ഈ ബ്രഹ്മാവിനെ തപസ് ചെയ്യുവാണെങ്കിൽ അതിന് പുറമെ തപസ് ചെയ്ത് ബ്രഹ്മാവിന്റെ മാർഗങ്ങളായ പലതരം വരായുധങ്ങളും സമ്പാദിച്ചിട്ടുണ്ട്. ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് കുറെ വരായുധങ്ങളും ഇവർ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാളും സമാസമം പോരാടി. ഇവരെ അത് എളുപ്പമൊന്നുമല്ല ഈ ഹിരണ്യാക്ഷനെ കൊല്ലാൻ ആർക്ക്. പക്ഷെ നമ്മുടെ മഹാവിഷ്ണു ഇവനെ കൊല്ലാൻ വേണ്ടിയാണ് വന്നിരിക്കണേ, മനസ്സിലായില്ലേ? അവതാരമൂർത്തിയായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഹിരണ്യാക്ഷനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവതാരമൂർത്തിയായിട്ട് വന്നിരിക്കണേ. അപ്പൊ രണ്ടുപേരും കൊണ്ട് സമാസമം മട്ടിച്ചു. എന്നാലും ഹിരണ്യാക്ഷൻ ആളും ചില്ലറക്കാരൊന്നുമല്ല, എടുത്തു നിന്നു. അപ്പൊ രണ്ടുപേരും സമാസമം, രണ്ടുപേരുടെ ശക്തിയും സമാസമാണ്. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അടി പൂരം. രണ്ടുപേരും ഈക്വൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞില്ലേ, രണ്ടുപേരും ഈക്വൽ സ്ട്രെങ്ത് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പണ്ട് റഷ്യ അമേരിക്കയിലെ പോലെ രണ്ടുപേരും ഈക്വൽ സ്ട്രെങ്ത് ആണ്. രണ്ടുപേരും ചീറ്റ് നിൽക്കുകയാണ്. കൂടിയ ലോകമില്ലാണ്ടാവും. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ ചീറ്റ് നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ അവരെ അടികൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. രണ്ടുപേരും ഈക്വൽ പവറായിട്ട് നിൽക്കുകയാണ്.
ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് യുദ്ധം അവസാനിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നോക്കി നിന്നിരുന്ന ബ്രഹ്മാദികൾ ഭഗവാനെ തുതിച്ചുകൊണ്ട് അസുരന്മാർക്ക് ശക്തിയേറി വരുന്ന മുഹൂർത്തമായ സന്ധ്യാസമയം അടുക്കുകയും മുമ്പേ ഹിരണ്യാക്ഷനെ കഥ കഴിക്കണമെന്ന് പ്രാർത്ഥിച്ചു. എന്താ മാസങ്ങളും ദിവസങ്ങളും ഇങ്ങനെ കടന്നു പോവാണ്. ഇവർ തമ്മിലും സമാസമമായിട്ട് ഭയങ്കരമായ യുദ്ധം. രണ്ടുപേരും തോൽക്കണില്ല, ഒരേ ലെവലിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കാലം കാത്തിരിക്കും? അങ്ങനെ കണ്ടപ്പോൾ ഈ ബ്രഹ്മാദികളും ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ഭഗവാൻ മഹാവിഷ്ണുവിനെ ബ്രഹ്മാദികൾ എല്ലാവരും സ്തുതിച്ച് അസുരന്മാർക്ക് ശക്തി വരുന്ന മുഹൂർത്തമായ സന്ധ്യാസമയം അടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹിരണ്യാക്ഷനെ തട്ടണം, അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. അതിനിടയിൽ ഒരിക്കൽ ഭഗവാന്റെ ഗദ കയ്യിൽ നിന്നും പോയപ്പോൾ അസുരൻ പറഞ്ഞു, നിരായുധനോട് താൻ യുദ്ധം ചെയ്യില്ലെന്ന്. അതിനിടയിൽ ഭഗവാന്റെ ഗദ കയ്യിൽ നിന്നും പോയപ്പോൾ അസുരൻ പറഞ്ഞു, നിരായുധനോട് ഞാൻ യുദ്ധം ചെയ്യില്ലെന്ന്. ഭഗവാൻ അവന്റെ ധർമ്മബോധത്തെ മനസ്സാ പ്രദർശിച്ചുകൊണ്ട് തന്റെ സുദർശനചക്രം കയ്യിലെടുത്ത് അന്നേരം ഹിരണ്യാക്ഷൻ ഒരു ജ്വലിക്കുന്ന തൃശൂലവുമായി നേരിട്ടു. അപ്പോ ഈ ഗദായുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗദായുദ്ധം നടന്നുകൊണ്ടിരിപ്പോ മഹാവിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഗദ തെറിച്ചാണ് പോയി. തെറിച്ചപ്പോ ഹിരണ്യാക്ഷൻ പറഞ്ഞു, ഞാൻ നിരായുധനായ ഒരാളോട് ഞാൻ യുദ്ധം ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞു. ഇത് വൃത്തിയുറന്ന് നമ്മുടെ വരാഹമൂർത്തി, അതായത് മഹാവിഷ്ണു വേഗം സുദർശന ചക്രം കയ്യിലെടുത്ത് അവന്റെ നേരെ തിരിച്ചങ്ങോട്ട് വിട്ടു. ഹിരണ്യാക്ഷൻ നേരെ തിരിച്ചു വിട്ടു. അപ്പൊ അവനവിടുന്ന് ശൂലം ഇങ്ങോട്ട് തിരിച്ചു. അതേമാതിരി തന്റെ സുദർശന ചക്രം കയ്യിലെടുത്തു. അന്നേരം ഹിരണ്യാക്ഷൻ ഒരു ജ്വലിക്കുന്ന ത്രിശൂലവുമായി നേരിട്ടു, ഒരു ജ്വലിക്കുന്ന ത്രിശൂലമായിട്ട് നേരിട്ടു. പിന്നെ അധിക നേരം വേണ്ടി വന്നില്ല. ഭഗവാൻ ചക്രം കൊണ്ട് അവന്റെ ശൂലവും കടുത്തും ഒപ്പം മുറിച്ചു വിടുത്തി. പിന്നെ നമ്മുടെ സുദർശന ചക്രങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയില്ല. അത് ആളെ തകർത്ത ശേഷം തിരിച്ച് പിന്നെ വരുള്ളൂ. അത് തറക്കന വരെ അതിന് പിന്നാലെ പോകും. അതാണ് സുദർശനത്തിന്റെ മഹിമ. സുദർശനക്കുരം ഒരു പ്രാവശ്യം മഹാവിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വിട്ടാൽ അത് ചെന്ന് ആ എൻഡ് ഡെസ്റ്റിനേഷനിൽ എത്തി അതിനെ തകർത്ത ശേഷം മാത്രമേ മടങ്ങി വരുള്ളൂ. അപ്പൊ സുദർശനങ്ങളുടെ വിട്ടില്ലേ ആ ശൂലവും ഹിരണ്യാക്ഷനെയും എല്ലാം തകട് പൊടിയാക്കി ചക്രം, എന്നിട്ടാണ് തിരിച്ചു വന്നത്. ദേവന്മാർ സന്തോഷമെത്ത ഭഗവന്മേൽ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ പാടിപ്പുകഴ്ത്തവേ വരാഹമൂർത്തി അപ്രത്യക്ഷനായി. അപ്പൊ അങ്ങനെ വരാഹാവതാരത്തിന്റെ അവതാര ഉദ്ദേശം ഹിരണ്യാക്ഷനെ കൊല്ലുക, ഭൂമിയെ രക്ഷിക്കുക, എന്നിട്ട് ഹിരണ്യാക്ഷനെ കൊല്ലുക എന്നുള്ള കാര്യം സാധിച്ച ശേഷം മഹാവിഷ്ണു അപ്രത്യക്ഷമായി. അതാ ഞാൻ പറഞ്ഞില്ലേ, വരാഹാവതാരമാണ് ഫസ്റ്റ് അവതാരം. ആ അവതാരം കഴിഞ്ഞു മഹാവിഷ്ണുവിന്റെ. അന്നൊക്കെ ഒരാളേ ഉള്ളൂ. ഒരാളുടെ പണി കഴിച്ച ഉടനെ മഹാവിഷ്ണു തിരിച്ച് മഹാവിഷ്ണുവിന്റെ പാലാഴി അവിടെ പോയിട്ട് ആനന്ദസേനം ചെയ്തു. പിന്നെ അങ്ങനെ ഓരോ മറ്റേ അവതാരങ്ങൾ വരില്ലേ, വരാഹാവതാരം, പിന്നെ മത്സ്യാവതാരം, കൂർമാവതാരം, ഇങ്ങനെയൊക്കെ ഓരോരോ വലിയ വലിയ രാക്ഷസന്മാരെ, ഹിരണ്യാക്ഷനെ പോലുള്ള രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട്, നരസിംഹം വരെ അങ്ങനെ ഓരോരോ ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ട്. അവിടുന്ന് ശേഷം പിന്നെ ആൾക്കാർ നമ്പർ കൂടി, ആ രാക്ഷസന്മാരുടെ നമ്പർ കൂടി ഇപ്പൊ ആരായി? പിന്നെ പരശുരാമാവതാരായി, ശ്രീരാമാവതാരായി, ശ്രീകൃഷ്ണാവതാരായി, അങ്ങനെ പിന്നെ വാമനായിട്ടും വന്നിട്ടുണ്ട്. വാമനാവതാരം അത് മഹാബലി ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യം. അത് ഒറ്റയ്ക്കാണ് വന്നത്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഒരു സീസൺ, ഒരു ഫുൾ ഒരു ലൈഫ് സ്പാൻ മുഴുവനെ ആൾക്കാരെ ചെത്തി നിരത്താൻ വേണ്ടിയിട്ട് വന്നു. മനസ്സിലായില്ലേ? ഇപ്പതാ നമ്മുടെ കൊറോണ വന്നിട്ടുണ്ട് ചെത്തി നിരത്താൻ. ഇവിടെ കൊറോണ, അവിടെ നിപ്പ, ദൈവം എന്ത് കണ്ടിട്ടാണോ ഇതൊക്കെ വിട്ടിരിക്കുന്നത് ദൈവത്തിനറിയാം. എന്തായാലും നമ്മുടെ 13ാമത്തെ എപ്പിസോഡ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട്